Is University of Delhi really worth the hype? Is North Campus actually better than South Campus? ശരിക്കും ഡിയുവിൽ പഠിച്ച എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ട്രെൻഡ് മാത്രമാണോ ഡൽഹി യൂണിവേഴ്സിറ്റി? സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എവറിത്തിങ് അബൌട്ട് DU അഥവാ ഡൽഹി യൂണിവേഴ്സിറ്റി. ഫ്രം അഡ്മിഷൻസ് ടു കോളേജ് ലൈഫ്, എവറിത്തിങ് nobody talks about. So if you are planning to join Delhi University this year, this video is for you. So do try to watch this video till the end. Hello guys, so welcome back to my channel. Back to എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ ചാനൽ. ഐ ആം അവന്തിക, കറന്റ്ലി a third year student at Delhi University, കാലന്തി കോളേജ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ഇവിടെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, പഠിക്കുവാണെങ്കിൽ എന്തൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അപ്പൊ എങ്ങനെയാ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സോ ആദ്യം തന്നെ എന്താണ് DU എന്ന് നമുക്ക് നോക്കാം. DU അഥവാ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് NIRF റാങ്കിങ് എടുത്തു നോക്കിയാൽ ടോപ്പ് 5 ടോപ്പ് 10 എന്തായാലും DU വരുന്നുണ്ട്. ആൻഡ് ഇൻ DU there are more than 19 colleges and of course a wide variety of students across from the country. അതുകൊണ്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യാമ്പസ് അല്ല, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് കോളേജസ്. ഓരോ കോളേജിനും അതിൻ്റെതായ കഥ പറയാനുണ്ട്. ഈവൻ ഇറ്റ്സ് ഫ്രം ഫാക്കൽറ്റീസ്, റെപ്യൂട്ടേഷൻ ആൻഡ് എവറിത്തിങ്. സോ ഇനി നമുക്ക് നോക്കാം ഡൽഹി യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയിരുന്നത്. അതിന് മെയിൻലി ഉള്ളത് 3 റീസൺസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പ് കോളേജസ് ആണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹിന്ദു, മിറാന്ത, സെന്റ് സ്റ്റീഫൻസ്, ഇതൊക്കെ DUവിന്റെ തന്നെ ടോപ്പ് കോളേജസ് ആണ്. ദർ ആർ എ വെൽ ഡിഫൈൻഡ് റെപ്യൂട്ടഡ് അലുമിനീസ് ഹു ഹാവ് പാസ് ഔട്ട് ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി. സോ അതിൻ്റെ ഒരു വെയിറ്റ് ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് എക്സ്പോഷർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, DUവിൽ വന്നത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരല്ല, അക്രോസ് ഇന്ത്യ ആൻഡ് ഈവൻ സം കേസസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരെ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിലും വ്യത്യാസമുണ്ട്, എക്സ്പോഷറിലും വ്യത്യാസമുണ്ട്. ആൻഡ് ഇവിടെ വന്ന് നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, കാരണം വേറെ വഴിയില്ലല്ലോ സംസാരിക്കാണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു സെമ്മിന് കൊടുക്കുന്ന പൈസയെ നിങ്ങൾക്ക് DUവിൽ 3 കൊല്ലം പഠിക്കാനാവുന്നുള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആടോ ഒന്നെടുത്ത് നോക്കിയാൽ. ശരിയാണ്, അതാത് കോഴ്സസ് അനുസരിച്ച് ഫീസ് വേരി ആവും, ഇല്ലാന്ന് ഞാൻ പറയാനുള്ള. ആൻഡ് ഓൾസോ കോളേജസ് ടു. പക്ഷേ നാട്ടിൽ നോക്കുമ്പോൾ അഫോർഡബിൾ ആണ് കേട്ടോ. ഇനി ഇതൊന്നും കൂടാണ്ട് വേറൊരു സൈഡ് ഓഫ് DUവും കൂടെ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് സൊസൈറ്റീസ് അവൈലബിൾ ആണ്, ഫെസ്റ്റ് അവൈലബിൾ ആണ്, നെറ്റ്വർക്കിംഗ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പോഷർ കൂടും, നമുക്ക് കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ലെറ്റ്സ് ബി റിയൽ, DUവിലെ എല്ലാ കോളേജസും ഈക്വൽ അല്ല. ഇവിടെ ടയർ കോളേജസും ഉണ്ട്, ആവറേജ് കോളേജസും ഉണ്ട്, ബിലോ ആവറേജ് കോളേജസും ഉണ്ട്. സോ നിങ്ങൾ ഏത് കോളേജ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണോ, അതിന് പറ്റിയ കോളേജസ് ഏതാണോ എന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും DUവിൽ ചേരാൻ. അല്ലാണ്ട് ഒരു ആവറേജ് ഒരു ബിലോ ആവറേജ് കോളേജിൽ ചേർന്നിട്ട് കരുന്നിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. ആൻഡ് ഓൾസോ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വേറൊരു യൂണിവേഴ്സിറ്റിയോ ക്യാമ്പസോ മാത്രമല്ല, നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉൾപ്പെടെ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസസിനെ കുറിച്ചാണ്. അവിടെ നോർത്ത് ക്യാമ്പസ് ഉണ്ട്, സൗത്ത് ക്യാമ്പസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഓഫ് ക്യാമ്പസും ഉണ്ട്. സോ നോർത്ത് ക്യാമ്പസിലാണ് നമ്മൾ എല്ലാവരും കേട്ട് വരുന്ന കോളേജസ് ലൈക്ക് ഹിന്ദു, നിരാന്ത, സെന്റ് സ്റ്റീഫൻസ് ഒക്കെ ഉള്ളത്. സൗത്ത് ക്യാമ്പസും അത്ര മോശമൊന്നുമല്ല. അവിടെയാണ് കോളേജസ് ലൈക്ക് ലേഡി ശ്രീറാം കോളേജ്, വെങ്കടേശ്വര കോളേജ് ഒക്കെ ഉള്ളത് സൗത്ത് ക്യാമ്പസിലാണ്. ആൻഡ് ദെൻ കംസ് ഓഫ് ക്യാമ്പസ്. അവിടെയും ഒരുപാട് കോളേജസ് ഉണ്ട്. അതിലൊന്നാണ് ശ്യാമപ്രസാദ് മുഖർജി കോളേജ്, ലക്ഷ്മിബായ് കോളേജ്, കാലന്തി കോളേജ് എക്സെട്ര. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ക്യാമ്പസ് എടുത്താൽ നോർത്ത് ക്യാമ്പസ് കുറച്ച് ഹൈപ്പ് കൂടുതലാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവിടെയാണ് ബെറ്റർ കോളേജസ് ഉള്ളത് DUവിലെ. അതിൻ്റെതായ ഒരു അഹങ്കാരം നോർത്ത് ക്യാമ്പസിനുണ്ട്. ആൻഡ് ഓൾസോ അവിടെ തന്നെ കുറച്ചും കൂടി എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. മെട്രോ സ്റ്റേഷൻ ആയിക്കോട്ടെ, സൊസൈറ്റീസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നോർത്ത് ക്യാമ്പസിൽ കുറച്ച് കൂടുതലാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് സൗത്ത് ആൻഡ് ഓഫ് ക്യാമ്പസിൽ ഇല്ല എന്നല്ലോ. സൗത്ത് ക്യാമ്പസിലും അതിൻ്റെതായ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ കുറച്ച് ഓക്കെ. ആൻഡ് ഓൾസോ സൗത്ത് ക്യാമ്പസും ഒട്ടും മോശമൊന്നുമല്ല. ആൻഡ് ഓൾസോ നോർത്ത് ക്യാമ്പസിലും അത്യാവശ്യം നല്ല കോളേജസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആവറേജ് കോളേജും ഉണ്ട്, ടോപ്പ് ടയർ കോളേജും ഉണ്ട്, ബിലോ ആവറേജ് കോളേജ് ഉണ്ട്. നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കോളേജ് മാത്രമല്ല, നല്ല കോളേജിൽ പഠിച്ചിട്ട് നമ്മൾ എവിടെയും എത്താണ്ടിരിക്കാം, എന്നാൽ ബിലോ ആവറേജ് കോളേജ് പഠിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും എത്തുകയും ചെയ്യാം. സോ വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ വി വർക്ക്. അത് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇവിടെ ആരും നമുക്ക് ഫോൺ ഫീഡ് ചെയ്തൊന്നും തരത്തില്ല. ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും സ്വന്തം കാര്യം നോക്കുള്ളൂ. സോ നമ്മളെങ്ങനെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും നമ്മുടെ ഡൽഹി ജീവിതം, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ജീവിതം. സോ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. സോ ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ ഗൈസ്,
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ കോഴ്സസ് ആൻഡ് സബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ്. സോ DUവിൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്. BA ഓണേഴ്സ്, BCom ഓണേഴ്സ്, BSc ഓണേഴ്സ്, BA പ്രോഗ്രാം, BCom പ്രോഗ്രാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടതനുസരിച്ച് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഫ്രണ്ട്സ് BCom പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓണേഴ്സ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പോയി പ്രോഗ്രാം എടുക്കരുത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ കരിയർ. സോ നിങ്ങൾ നിങ്ങളുടെ കരിയർ വെച്ചിട്ട് റിസ്ക് എടുക്കരുത്. സോ ഇനി പറയാൻ പോകുന്നത് BA ഓണേഴ്സിനെ കുറിച്ചിട്ടാണ്. BA ഓണേഴ്സ് കുറച്ചും കൂടി നമ്മൾ എന്താണോ സബ്ജക്ട്, നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ കുറച്ചും കൂടി വൈഡ് ആയിട്ട് പഠിക്കുന്നുള്ളൂ. ആൻഡ് നമ്മളൊരു സ്പെസിഫിക് സബ്ജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ BA ഓണേഴ്സ് ആണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഡു ഗോ ഫോർ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് കുറച്ച് വാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതല്ല BA പ്രോഗ്രാമിന്റെ കേസിലേക്ക് വരുമ്പോൾ, ബിക്കോസ് BA പ്രോഗ്രാം ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 കോമ്പിനേഷൻസ് ഓഫ് സബ്ജക്ട്സ് കിട്ടുന്നതാണ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി നിങ്ങൾ നിങ്ങളുടെ BA പ്രോഗ്രാമിന്റെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സും പഠിക്കണം, ഹിസ്റ്ററിയും പഠിക്കണം. സോ നിങ്ങൾ 2 സബ്ജക്ട് ഒരുമിച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ സിലബസ് ഇസ് നോട്ട് വാസ്റ്റ് ആസ് ഓണേഴ്സ്, പക്ഷെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് നമ്മൾ നമ്മുടെ അടുത്ത PG അല്ലെങ്കിൽ നമ്മുടെ കരിയർ എന്താണെന്നും ചൂസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഐ തിങ്ക് BA പ്രോഗ്രാം ഇസ് എ ബെറ്റർ ഓപ്ഷൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ BA പ്രോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മേജർ ഡിഗ്രിയും കിട്ടും, ഒരു മൈനർ ഡിഗ്രിയും കിട്ടും, വിച്ച് ഇസ് വെരി ഗുഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മേജർ ആൻഡ് മൈനർ ഡിഗ്രി കിട്ടണമെങ്കിൽ നിങ്ങൾ 4th ഇയർ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BA പ്രോഗ്രാം ഡിഗ്രി കിട്ടത്തുള്ളൂ. അതേസമയം നിങ്ങൾ ഓണേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3rd ഇയർ ചെയ്യുമ്പോൾ തന്നെ ഓണേഴ്സ് ഡിഗ്രി കിട്ടും, ബട്ട് 4th ഇയർ ചെയ്താൽ നിങ്ങൾക്ക് റിസർച്ചും കൂടി കിട്ടും. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് NEP ആണ്. DUവിൽ NEP ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും അഡ്വാൻറ്റേജസ് കിട്ടുന്നത്. ആൻഡ് സോ ഇവിടുത്തെ കരിക്കുലം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കരിക്കുലം മാത്രമല്ല കേട്ടോ, കോളേജ് അവേഴ്സും DUവിലും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ നാട്ടിലെ കോളേജ് സിസ്റ്റം പോലെ നാട്ടിലെങ്ങനെയാ, നമ്മൾ വരുന്നു, ക്ലാസ്സിലിരിക്കുന്നു, ടീച്ചേഴ്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്കിപ്പോൾ രാവിലെ 8 മണി തൊട്ട് 4 മണി വരെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ക്ലാസ്സസ് ഉണ്ടാവും. അതല്ല DUവിന്റെ അവസ്ഥ. ഇവിടെ നമ്മൾ വന്നാൽ ചിലപ്പോൾ രാവിലെ 8:30 to 9:30 ഒരു ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടാവുക 3 to 4 ആയിരിക്കും. സോ അതിന്റെ ഇടക്ക് അത്രയും ടൈം നമുക്കൊന്നും ചെയ്യാനില്ല. ആൻഡ് ഓൾസോ ക്ലാസ്സസ് ആർ ഓൾസോ നോട്ട് ഫിക്സ്. നമുക്ക് ഓരോ ക്ലാസ് നടക്കുന്നത് ഓരോ ക്ലാസ്സസിലായിരിക്കും. സോ somewhere or another classes will be not fixed. And also the friends, നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സ് ക്യാച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലത്തെ കോഴ്സ് എടുക്കാം എന്ന് പറയാം. പക്ഷേ അതും ഓണേഴ്സുകാർക്കാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ പ്രോഗ്രാംകാരാണെങ്കിൽ ഞാൻ എടുക്കുന്ന മൈനർ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന മേജർ തന്നെ ആയിരിക്കണം എന്നില്ല എൻ്റെ ഫ്രണ്ട് എടുക്കുന്നത്. സോ ക്ലാസ്സസ് വിൽ ബി ഡിഫറെന്റ്. യെസ്, മൈനേഴ്സ് 2 പേരും എടുക്കുന്നതുകൊണ്ട് മൈനറിന്റെ ക്ലാസ് ഉണ്ടാവും, ബട്ട് വീണ്ടും അങ്ങനെ 2 ക്ലാസ്സൊക്കെ ഒരാളുടെ കൂടെ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ഓക്കെ നീ എടുക്കുന്നുണ്ടോ ഞാൻ എടുക്കുന്നുണ്ടോ അങ്ങനെ എടുത്ത് വരണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിൽ ബി ഡിഫറെന്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരായിട്ടും കൂട്ടുകൂടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ആവുകയാണ്, അത് വേറൊരു കാര്യം. ആൻഡ് ഓൾസോ നമുക്ക് ഇത്രയും ഗ്യാപ്സ് കിട്ടുമ്പോഴേക്കും നമുക്ക് സൊസൈറ്റീസിലോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്സോ അങ്ങനെ പല പല കാര്യത്തിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ ടൈം മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോളേജിൽ സ്റ്റക്ക് ആയി പോകും. അത് ഇതിന്റെ ഒരു ഡാർക്ക് സൈഡാണ്. അതായത് 8:30 to 9:30 പിന്നെ നമുക്ക് ക്ലാസ് ഉള്ളത് 3 മണിക്കാണെന്ന് വിചാരിക്കും. ബാക്കി അത്രയും നേരം നമ്മൾ വെറുതെ ഇരുന്ന് ഒരു പണിയും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ തിരിച്ചു പോകും. അപ്പൊ എന്ത് പറ്റും, നമുക്ക് ആ ക്ലാസ് മിസ് ആയിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ കുറച്ചും കൂടി കോളേജിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കോളേജിൽ സ്റ്റക്ക് ആയിട്ട് തോന്നത്തില്ല, അല്ലെങ്കിൽ ഈ വിൽ ഫീൽ സിക്ക് അബൌട്ട് ആ കോളേജ്. ഇപ്പൊ നമ്മൾ കോളേജിനെ കുറിച്ച് എല്ലാം അറിഞ്ഞില്ലേ, ഇനി ഈ കോളേജിലേക്ക് എങ്ങനെ കിട്ടേണ്ടത് നോക്കിയാലോ. സോ DUവിന്റെ അഡ്മിഷൻ നടക്കുന്നത് CUT വഴിയാണ്. UGക്കാണെങ്കിലും PGക്കാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. PhD കാര്യം എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നെറ്റ് എഴുതണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ UG ആൻഡ് PGക്ക് നമുക്ക് CUT മാൻഡറ്ററി ആണ്. ഞാൻ ഇനി വേറൊരു ബെനിഫിറ്റ് പറയട്ടെ, നിങ്ങൾ UG DU തന്നെയാണ് ചെയ്തത്, നിങ്ങൾക്ക് PG ചെയ്യേണ്ടത് DU തന്നെയാണെങ്കിൽ DUവിൽ UG ചെയ്തവർക്ക് DUവിൽ PG ചെയ്യാൻ റിസർവേഷൻസ് ഉണ്ട്. സോ അതൊരു ബെനിഫിറ്റ് ആണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ ഒരു വില അത് വേറെ തന്നെയാണ്, അതിൻ്റെ തട്ട് താന്നേയിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ CUETയിൽ DU വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കും, അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലാണ്ട് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നാണെങ്കിലും അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുക തന്നെ വേണം. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് കോളേജസ് ചൂസ് ചെയ്യാം. ഐ തിങ്ക് മോർ ദാൻ 100 നമുക്ക് കോളേജസ് ഉണ്ട്. ആൻഡ് അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിഫറൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് വേണ്ട കോളേജ് നിങ്ങൾ ആദ്യം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ട കോളേജ് ലാസ്റ്റ് വെച്ചിട്ട് ഏതെങ്കിലും കോളേജ് ആദ്യം കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻസ് വഴിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രിഫേർഡ് ലിസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഹിന്ദു കോളേജ് ആണെന്ന് വിചാരിക്കുക. പക്ഷെ അതിന് പകരം നിങ്ങൾ കാലണ്ടി കോളേജ് അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി കോളേജ് നിങ്ങൾ ഫസ്റ്റ് കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള കട്ട് ഓഫ് നിങ്ങൾ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേസമയം നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഹിന്ദു, അതൊരു 50ഓ 60ഓമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ ഫ്രീ ചെയ്യണോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ കോളേജ് ചൂസ് ചെയ്താൽ മതി. എൽസ് മോസ്റ്റ് പ്രോബബ്ലി അപ്ഗ്രേഡ് ആവുന്നതാണ്. നൗ കംസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഹോസ്റ്റൽ ഫീസ്. ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാ കോളേജസിനും അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ദ നമ്പർ ഈസ് കമ്പാരിറ്റീവ്ലി ലോ. ആൻഡ് സ്പെഷ്യലി നമ്മൾ മല്ലൂസിന് ഡെയിലി റോട്ടിയും സബ്സിയും അല്ലെങ്കിൽ ദാൽ ചാവൽ തിന്നിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുകൊണ്ട് മോസ്റ്റ്ലി ഇവിടെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഫ്ലാറ്റ്സ് ഓഫ് പി ജിസ് ആണ്. ആൻഡ് പി ജിസ് തന്നെ നിങ്ങൾക്ക് മല്ലൂസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. ആൻഡ് അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാലും നിങ്ങളൊന്ന് ഇറങ്ങി തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ നിൽക്കുന്നത് ഒരു മല്ലു പി ജിയിലാണ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫുഡ് പക്ക കേരള ഫുഡാണ്. ഫ്ലാറ്റ് ഒക്കെ ഒരു 1 BHK ഒക്കെ അറൗണ്ട് ഒരു 20 to 25K അവൈലബിൾ ആണ്. ആൻഡ് മോസ്റ്റ്ലി ഇവിടെ പി ജിസിന് എങ്ങനെ പോയാലും റേറ്റ് വരുമ്പോഴേക്കും ഒരു 50 to 20K അടുത്തെത്തും. ഇപ്പോൾ ഫ്ലാറ്റ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സിന് ഒരുമിച്ചാണ് ഒരു ഫ്ലാറ്റ് എടുക്കുക വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾക്ക് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഹോസ്റ്റൽ ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഹോസ്റ്റൽ കിട്ടിയാൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. അതിന് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിവില്ല. ഞാൻ പി ജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്ത് കിട്ടിയാൽ ഇറ്റ് ഇസ് ഗുഡ്. ഒരു സർക്കിൾ ഉണ്ടാക്കാൻ അവിടെയും പറ്റും. ബട്ട് ഇത് ഫുഡാണ് നമുക്ക് എല്ലാവർക്കും വരുന്ന മെയിൻ ഇഷ്യൂസ്. ബട്ട് ഇവിടെ ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഉണ്ട്, മല്ലൂസ് ഉണ്ട്. സോ അവരൊക്കെ ആയിട്ട് കുറച്ച് കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുത്ത് മാറി ഡൽഹിയിലേക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്നതാണ് ഇവിടുത്തെ സൊസൈറ്റി. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കോളേജ് അവേഴ്സ് ഇങ്ങനെയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളിൽ ഒന്നാണ് സൊസൈറ്റീസ് എന്നുള്ളത്. ആദ്യം തന്നെ ചാടിക്കയറി ഏതെങ്കിലും ഒരു സൊസൈറ്റി ജോയിൻ ചെയ്യരുത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് നോക്കിയിട്ട് സൊസൈറ്റീസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അത് മാൻഡറ്ററി ആയിട്ടുള്ള പ്രോസസ് അല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. നിങ്ങൾ സൊസൈറ്റി കാണുന്ന നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഫണ്ണായിട്ട് എന്തെങ്കിലും വേണം. ആൻഡ് ഇവിടെ മോസ്റ്റ്ലി ഡിഗ്രിയിൽ വരുന്ന ഒരു 50% ഓഫ് 50 അല്ല ഒരു 80% ഓഫ് ആൾക്കാർ വരുന്നത് UPSC അല്ലെങ്കിൽ അതേപോലത്തെ ഗവൺമെന്റ് എക്സാംസ് തപ്പിയിട്ടാണ്. സോ അങ്ങനെയുള്ളവർ പൊതുവെ സൊസൈറ്റീസിൽ ജോയിൻ ചെയ്യലില്ല. അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ജോയിൻ എ സൊസൈറ്റി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടും. ആൻഡ് ഇവിടുത്തെ മിക്ക സൊസൈറ്റിയും സ്പെഷ്യലി ഡാൻസ് ആൻഡ് മ്യൂസിക് സൊസൈറ്റീസ് ഒക്കെ പ്രോഗ്രാംസ് വെക്കുന്നത് IITസിലൊക്കെയാണ്. സോ അവിടെ നമുക്കൊരു ചെയിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് പോസിബിൾ ജോയിൻ ദ സൊസൈറ്റീസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് മാൻഡറ്ററി. ഇനി നമുക്ക് കുറച്ച് അക്കാഡമിക് റിയാലിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. ഡിയുവിന്റെ അക്കാഡമിക് ഇസ് വെരി മോഡറേറ്റ്. അതായത് ഭയങ്കര ടഫല്ല എന്നാൽ അത്ര എളുപ്പമല്ല. നമ്മൾ ഒന്നിരുന്ന് മര്യാദക്ക് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം 7 to 8 CGPA ഒക്കെ സുഖമായിട്ട് മേടിക്കാൻ പറ്റും നമുക്ക് ഡിയുവിൽ. ചില കോളേജിൽ അറ്റൻഡൻസ് മാറ്റർ. ഞാൻ എടുത്തു പറയാൻ കാരണം എല്ലാ കോളേജിലും അറ്റൻഡൻസ് മാറ്റർ ആവുന്ന കാര്യമല്ല. ചില കോളേജുകളിൽ ശരിയാണ് അറ്റൻഡൻസ് വേണം. ലൈക്ക് ഹൻസ്രാജ് ആയിക്കോട്ടെ, ആര്യഭട്ട ആയിക്കോട്ടെ, വെങ്കടേശ്വര കോളേജ്, ഇവിടെയൊക്കെ അറ്റൻഡൻസ് മാൻഡറ്ററി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേസമയം there are some other colleges like DRT, ദൗലത് റാം കോളേജ്, എൻ്റെ കാളന്തി കോളേജ്, ഇവിടെ ഒന്നും അറ്റൻഡൻസ് മാൻഡറ്ററി ഇല്ല. പക്ഷേ നിങ്ങൾക്ക് അറ്റൻഡൻസിന്റെ മാർക്ക് വേണം എന്നാണെങ്കിൽ ഡു ട്രൈ ടു അറ്റൻഡ് ക്ലാസ്സസ്. അത് മാത്രമല്ലാണ്ട് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ഈ അറ്റൻഡൻസിന്റെ മാർക്ക് നമ്മുടെ CGPAനെ നന്നായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ. ബാക്കിയുള്ള കോളേജസിലാണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് ഒക്കെ എഴുതി കൊടുക്കാം. ബട്ട് എന്നാൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് 1 or 2 സെം വരെ അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ കണ്ടോണേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ MGയിലൊക്കെ നമുക്ക് അറ്റൻഡൻസ് നമ്മൾ കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കണ്ടോണേഷൻ അടക്കണം യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കണ്ടോണേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ജസ്റ്റ് അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്താൽ മാത്രം മതി. വിച്ച് ഈസ് ഓൾസോ ഗുഡ്. ഒരു മാറ്റം വരുമോയെന്ന് എനിക്കറിയില്ല. അൺടിൽ 2026 ദാറ്റ് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇനി വരുന്നതാണ് ഡൽഹി ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ കോളേജിന്റെ അടുത്തൊക്കെ തന്നെയാണ് PG നോക്കുന്നതെങ്കിൽ ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ ഒരു ഇത്തിരി ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ് ഓഫ് ഡൽഹി അല്ലെങ്കിൽ കുറച്ച് നീങ്ങി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് PGs കിട്ടും. പിന്നെ ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ എനിവേ ഡസന്റ് മാറ്റർ. അല്ലാണ്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും നമുക്ക് PGയുടെ റേറ്റിന്റെ കാര്യത്തിൽ. ആൻഡ് നമ്മൾ കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് മെട്രോ ആണ് ഇവിടെ കൂടുതലും. ഇവിടെ ബാക്കിയെല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് മെയിൻലി മെട്രോ ആണ് കൺവീനിയൻസ്. കാരണം നമുക്ക് എവിടെ പോകണമെങ്കിലും ഏതിപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആവട്ടെ എവിടെ ആയിക്കോട്ടെ അതിൻ്റെ നിയറസ്റ്റ് ഒരു മെട്രോ സ്റ്റേഷൻ എന്തായാലും ഉണ്ടാവും. സോ അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്പെഷ്യലി സ്റ്റുഡൻസ്. ആൻഡ് ഓൾസോ ഇഫ് യു ആർ എ ലേഡി, നിങ്ങൾക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. അതായത് ബസ്സിൽ നമുക്ക് പൈസ കൊടുക്കണ്ട, നമുക്ക് ടിക്കറ്റ് അല്ലാണ്ട് ടിക്കറ്റ് കിട്ടും. കാരണം ബിക്കോസ് യു ആർ എ വുമൺ നിങ്ങൾക്ക് ട്രാവൽ ഫ്രീ ആണ്. അതെന്തോ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. സോ അതുകൊണ്ട് തന്നെ ബസ്സുകളിൽ നമുക്ക് പൈസ കൊടുക്കണ്ട. സോ നോർത്ത് ക്യാമ്പസിന്റെ ചുറ്റുഭാഗത്ത് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബസ്സിന് പോയിട്ട് വരാം ഫ്രീ ഓഫ് കോസ്റ്റ്. സോ
there you are saving money. And also ഇവിടെ electric rickshaws അവൈലബിൾ ആണ്. സോ അതും ഈസ് ഗുഡ്. പെർ പേഴ്സൺ ഒരു 10 rupees ഒക്കെ വരത്തുള്ളൂ. നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും. സോ അതും കൂടെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. സോ ഇത് ഫ്രഷേഴ്സിനുള്ള ഒരു ടിപ്പായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ചാടിക്കൊരു സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് ആപ്റ്റ് ആണോ നോക്കിയിട്ടൊക്കെ വേണം നിങ്ങളൊരു സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാൻ. കാരണം അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകണം. കാരണം അക്കാഡമിക്സും സൊസൈറ്റീസും ഒക്കെ നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പണിക്ക് പോവാവൂ. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ലൈക്ക് ഐ സെഡ്, ഡീലൊന്നും സ്പൂൺ ഫീഡിങ് അല്ല. എല്ലാം നമ്മൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യണം. പഠിക്കേണ്ടതായിക്കോട്ടെ, ചെയ്യേണ്ടതായിക്കോട്ടെ, എന്തായിക്കോട്ടെ. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ച് നിങ്ങളായിട്ട് തന്നെ ചെയ്യാം. ഞാൻ ശരിയാണ്, കോളേജസിൽ ഇന്റേൺഷിപ്പ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റീസ് ഒക്കെ ഉണ്ട്. ബട്ട് അവിടെ നിങ്ങളുടെ എഫേർട്ട് അവിടെ മാറ്റർ ആണ്. അല്ലാണ്ട് നിങ്ങളുടെ കോളേജിൽ പോകേണ്ട ആരും നിങ്ങൾക്കൊന്നും കൊണ്ടും തരത്തില്ല. ഈവൻ ദോ ഫാക്കൽറ്റി ആരും നമുക്കൊന്നും ചെയ്തു തരില്ല. എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്ക് ഇത്രയും ഫ്രീ ടൈംസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് എന്തിനെങ്കിലും യൂസ് ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൽഹി ആൻഡ് നോർത്ത് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ യൂസ് ചെയ്യുക. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാക്കി ഏത് ലൊക്കേഷൻസിലേക്ക് പോകണമെങ്കിലും വളരെ ചുരുക്കം ചെലവിൽ ആൻഡ് ഓൾസോ ഒരു ട്രെയിനിൽ ഒരു രാത്രി കൊണ്ട് പോയി വരാം. ഉദാഹരണത്തിന് പഞ്ചാബ്, ഇവിടെ നിന്ന് 6 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് കയറുക, ഒന്ന് കണ്ണാട് സ്വർഗം പഞ്ചാബ്, ഷിംല, ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിത്ത് ഡൽഹി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒന്നും പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോർത്ത് ഇന്ത്യ ഒന്ന് ട്രാവലെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. അതായത് നിങ്ങൾ ഇവിടെയുള്ള ഈ 3 വർഷം നിങ്ങൾ വേർത്തിട്ടാക്കി എടുക്കണം. അക്കാഡമിക്സിലായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, എന്താണെങ്കിലും. കാരണം നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടാണ്. കാരണം ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റി, അതായത് നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമുള്ളവരാണെങ്കിൽ, ഇവിടെ ഞാൻ വന്നില്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. സോ അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പോഷറും കിട്ടും. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ പറ്റും, ആൻഡ് പല ടൈപ്പ് ഓഫ് കൾച്ചറസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അതൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ നിൽക്കുന്നത് നാട്ടിലല്ല, നിങ്ങൾ ഡൽഹിയാണത് ക്യാപിറ്റൽ സിറ്റിയാണ്. സോ അതിൻ്റെതായ എല്ലാ ബെനിഫിറ്റ്സ് ആൻഡ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഉണ്ട്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് ടയർ കോളേജസ് ഉണ്ട്, ഗുഡ് കോളേജസ് ഉണ്ട്, ആവറേജ് കോളേജസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കോഴ്സസ്. ജസ്റ്റ് ബിക്കോസ് ഹിന്ദു നല്ല കോളേജ് ആണെന്ന് പറഞ്ഞ് അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേപോലെ നല്ലതാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്താണോ, അതിൽ ഏത് കോളേജാണോ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ലത് നോക്കിയിട്ടാണോ നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാണ്ട് കോളേജ് മാത്രം നോക്കിയിട്ട് ഡിപ്പാർട്ട്മെന്റ് പൊട്ടാണെങ്കിൽ പോയിട്ട് കാര്യമില്ല. സോ ഓൾവേസ് ട്രൈ ടു ലുക്ക് ഫോർ ദ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ ആസ് ദ കോളേജ്. കാരണം ഫാക്കൽറ്റി മെമ്പേഴ്സ് മാറ്റേഴ്സ്. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു മെന്റേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം മെന്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലി നിങ്ങൾ 4th ഇയർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നല്ലൊരു ഫാക്കൽറ്റി അല്ലെങ്കിൽ നല്ല മെന്ററിന്റെ അടിയിൽ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് മര്യാദ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടക്കണക്ക് ചെയ്യണം തവള പോലെ ആയിപ്പോവും, ഒരു കാര്യം ഉണ്ടാവത്തില്ല. സോ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഏത് കോളേജിലാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ലത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ നിങ്ങൾ സൈറ്റ്സിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇന്ന കോളേജിൽ ഇന്ന സാധനങ്ങളാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കേണ്ടതെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ന കോളേജസ് ആണ് നല്ലത്. ഹിസ്റ്ററിക്ക് നല്ല ടോപ്പ് 10 കോളേജസ് ഉണ്ടാവും, പൊളിറ്റിക്സിന് നല്ല ടോപ്പ് 10 കോളേജസ് ഉണ്ടാവും. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും അത് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. കാരണം ഡിപ്പാർട്ട്മെന്റ് കൊള്ളില്ലെങ്കിൽ ഒരു കാര്യം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഡൽഹിയുടെ സേഫ്റ്റി കൺസേൺസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹി ഈസ് നോട്ട് ദാറ്റ് മച്ച് സേഫ് ആസ് വി തിങ്ക്. ശരിയാണ്, നമുക്ക് വേണമെന്ന് ഒറ്റയ്ക്ക് പോകുന്ന വെച്ചാൽ പോവാം. ആരും നിങ്ങളെ പിടിക്കൊന്നും നിർത്തത്തില്ല. പക്ഷെ അത് എത്രത്തോളം സേഫ് ആണ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നിങ്ങളൊന്ന് പോണ സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വരെ 1 ടൂൽ അടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അറിയത്ത് പോലുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ ഫോൺ ബാഗ് കീറിയിട്ട് വരെ അവർ എടുത്തിട്ടുണ്ടാവും, അതൊന്നും നമ്മൾ അറിയില്ല. ആൻഡ് ഓൾസോ ഗേൾസ്, ഇറ്റ് ഇസ് നോട്ട് സേഫ് പാസ്റ്റ് 10. 7 കഴിഞ്ഞാൽ തന്നെ സേഫ് അല്ല. ആൻഡ് 10 ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, സ്പെഷ്യലി ഫോർ സോളോ ട്രാവലേഴ്സ്. മെയിൻലി നിങ്ങൾ ഗേൾ ഗ്യാങ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാങ് ആരാണോ ഗ്യാങ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. നല്ലത് നിങ്ങൾ എപ്പോഴും ഗ്യാങ് ആയിട്ട് പോകണം. ഇപ്പൊ ഗ്യാങ് ആയിട്ട് പോകണമെങ്കിൽ രാത്രി 2 മണിയായാലും 3 മണിയായാലും യു ഹാവ് യുവർ ഗേൾസ് ഹൗസ്, യു ഹാവ് യുവർ ഗ്യാങ്. സോ നമ്മൾ കുറച്ചും കൂടി സേഫ് ആണ്. ഒറ്റക്ക് മാക്സിമം പാസ്റ്റ് 7 അല്ലെങ്കിൽ മാക്സിമം പാസ്റ്റ് 10 ട്രാവൽ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. സേഫ്റ്റി ഇസ് ഫസ്റ്റ് ഗൈസ്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയണേക്കാളും നല്ല നമ്മളത് വരാണ്ടിരിക്കാനുള്ള പ്രിപ്പറേഷൻ എടുക്കുന്നതാണ്. സോ ഓൾവേസ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ലൈക്ക് ഐ സെഡ്, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് മാറുന്നു വരുന്ന ആൾക്കാരാണ്. ആൻഡ് ഇവിടെ ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. നമ്മളാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ഡ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ
ഡു ഫീൽ ഫ്രീ ടു കമൻറ്റ്. സോ നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും തന്നെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആക്കി ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണോണ്ട് എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന്. ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഡ്യൂവിനെ കുറിച്ച് അറിയേണ്ടത് എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഡ്യൂ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.